ചന്ദ്രശേഖർ അവരുടെ ഗജവീരനായിട്ടും പുന്നൂർ പുരാഘോഷ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും തെക്കിന്റെ യുവരാജാവ് അക്കാവിള വിഷ്ണുനാരായണൻ അവരുടെ ഗജവീരനായിട്ടും അറിയിക്കുന്നു. പടിഞ്ഞാറ് പകം പുരാഘോഷ കമ്മിറ്റിക്കായി വലിയൂർ പരമേശ്വരൻ അവരുടെ ഗജവീരനായിട്ടും ഇളമുറ പുരാഘോഷ കമ്മിറ്റിക്കായി ആനകേരളത്തിന്റെ ഒരു ഗജരാജ ബാഹുബലി ചിറക്കൽ ഭഗവതി കാളിദാസൻ അവരുടെ പിന്തുണപ്പിൽ അവകാശിയെത്തും. യുവജന തിരുവല്ലൂർ പുരാഘോഷ കമ്മിറ്റിക്കായി മംഗലാംകുന്നിന്റെ ഒരു ഇരട്ടച്ചങ്കൻ ഗജലോകനാഥൻ മംഗലാംകുന്ന് ശരണയ്യപ്പൻ അവരുടെ ഗജവീരനായിട്ടും കോട്ടപ്പാടം പുരാഘോഷ കമ്മിറ്റിക്കായി ഗജരാജപ്രമാണി ചെറുപ്പുളശ്ശേരി രാജശേഖരൻ അവരുടെ ഗജവീരനായെത്തുമ്പോൾ ചെറുപ്പുളശ്ശേരി രാജശേഖരന് കാവിലമ്മ ആനച്ചമയം കൂടുതൽ അഴകേകും. ചെവ്വൂർ സുധാകരനും സംഘവും അണിയിച്ചൊരുക്കുന്ന പഞ്ചവാദ്യത്തോടൊപ്പം അവനെ തടവത്തിലേക്ക് സ്വീകരിച്ചാനയിക്കും. സെൻട്രൽ കമ്മിറ്റി തിരുവല്ലൂർ പുരാഘോഷ കമ്മിറ്റിക്കായി യുവരാജ ക്ഷത്രിയ സൂര്യൻ മീനാട് കേശു അവരുടെ പിന്തുണപ്പിന് അവകാശി എത്തുമ്പോൾ കേശുവിനെ ഗുരുവായൂർ ആനച്ചമയം കൂടുതൽ അഴകേകും.